കലാകാരന്മാരെന്നും സാമൂഹിക പ്രതിബദ്ധതയുള്ളവരാണ്. ഇവിടെ കലോത്സവ വേദിയിൽ, കലോത്സവ നഗരിയിൽ ഒരു സ്റ്റാൾ ഏറെ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. സ്വാപ്പ് ഷോപ്പ്. ഈ സ്വാപ്പ് ഷോപ്പ് എന്ന് പറയുന്ന പുനരുപയോഗ വസ്തുക്കളുടെ കൊടുക്കൽ വാങ്ങൽ, അതായത് ബാർട്ടർ സംവിധാനമാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ആവശ്യമില്ലാത്ത പല വസ്തുക്കളുണ്ടാകാം, അത് വീട്ടിലിരുന്ന് നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുന്നൊരു സംവിധാനമുണ്ട്. അതെന്നാൽ മറ്റുള്ളവർക്ക് ഈ സാധനങ്ങൾ ആവശ്യമുണ്ടാകും. അത്തരം സന്ദർഭങ്ങളിൽ ഈ വലിച്ചെറിയാതെ ഇത്തരം ഷോപ്പുകളിൽ ഏൽപ്പിച്ച് ആ ഷോപ്പുകളിൽ നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളുണ്ടായിരിക്കാം, അത് വാങ്ങുക എന്നുള്ളതാണ് ഈ സ്വാപ്പ് ഷോപ്പ് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു വസ്തുവിനെ നശിപ്പിക്കാതിരിക്കുക, പ്രകൃതിയിലേക്ക് കൊണ്ടിട്ട് പ്രകൃതിയുടെ ആ കൃത്യത അല്ലെങ്കിൽ പ്രകൃതിയുടെ ആ സന്തുലിതാവസ്ഥയെ നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഉദ്ദേശമാണ് അതിലൂടെ ഉള്ളത്. അതോടൊപ്പം തന്നെ ബോട്ടിൽ ബൂത്ത് സംവിധാനം നമ്മുടെ താഴെ ചെയ്തിട്ടുണ്ട്. ഈ ബോട്ടിൽ ബൂത്ത് സംവിധാനവും നമ്മൾ ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ ഈ കലാസ്വാദകരായ ധാരാളം ആളുകൾ കുപ്പിയിലേക്ക് വെള്ളമായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ കുപ്പി കൈപിടിച്ചടക്കുമ്പോൾ അവരെ അടുത്തേക്ക് വിളിച്ച് ബോധവൽക്കരണം നടത്തി 10 രൂപ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അത് അവരിന് 10 രൂപ ഈടാക്കുകയും തിരിച്ച് അവർ ഈ സ്റ്റിക്കർ പതിച്ച കുപ്പി നമുക്ക് തിരിച്ചു തരുമ്പോൾ ഈ 10 രൂപ അവർക്ക് തിരിച്ചു കൊടുക്കുന്നൊരു സംവിധാനം. അതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത്തരം വസ്തുക്കൾ വലിച്ചെറിയാതെ നമ്മൾ അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തേണ്ട സ്ഥലങ്ങളിൽ മാത്രമേ ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ എന്നും വലിച്ചെറിഞ്ഞ് പ്രകൃതിക്ക് ദോഷം ഉണ്ടാക്കരുതെന്നാണ് അതിലൂടെയും നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഈ സ്വാപ്പ് ഷോപ്പ് തയ്യാറാക്കിയതും കുട്ടികൾക്കുള്ളതായ യൂണിഫോം വിതരണം ചെയ്ത് ഗ്രീൻ പ്രോട്ടോക്കോളിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ശുചിത്വ മിഷനാണ്. അതുപോലെ തന്നെ എല്ലാ തൊഴിലാളികൾ, അതായത് ഇവിടെ മുഴുവൻ ശുചീകരണം നടത്തുന്നതായ ഹരിതകർമ്മസേന, അതുപോലെ കോർപ്പറേഷൻ തൊഴിലാളികൾ, കോർപ്പറേഷൻ വളരെയധികം ശക്തമായിട്ട് നമ്മളെ സഹായിച്ചുകൊണ്ട് പൂർണ്ണ സമയ പിന്തുണ അവർ നൽകുന്നുണ്ട്. ഇപ്പോൾ 13-ാം തീയതി ഇവിടെ ശുചീകരണം നടത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്തൊരു ശുചീകരണം നടക്കുന്നത് 19-ാം തീയതിയാണ്. കാരണം 18-ാം തീയതി എല്ലാവരും പുറത്തു പോയി കഴിഞ്ഞു. നമ്മൾ വീണ്ടും ഒരു ക്ലീനിങ് നടത്തിക്കൊണ്ട് ക്ലീൻ സിറ്റി ആക്കി മാറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ നമ്മുടെ ഡ്യൂട്ടി അവസാനിക്കുന്നുള്ളൂ എന്നുള്ളതാണ്.